ഹലോ ഓൾ, നമുക്ക് ഇന്ന് FETയുടെയും മോസ്ഫെറ്റിൻ്റെ MCQ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ പേര് ഷിജു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. The main advantage of FET over BJT is higher input current ആണോ, high input impedance ആണോ, low voltage gain ആണോ, it requires more power എന്നുള്ളതാണോ. അപ്പോൾ നമുക്കറിയാം ഫെറ്റിന് BJTയുടെ ഓവർ എന്ത് അഡ്വാൻറ്റേജ് ആണ് ഉള്ളത്? ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ, വോൾട്ടേജ് ഗെയിൻ കുറവായിട്ടുള്ളത് അതൊരു ഗെയിൻ അല്ല, ഒരു അഡ്വാൻറ്റേജ് അല്ല. പവർ കൂടുതൽ വേണം, ഹൈ ഇൻപുട്ട് കറണ്ട് ആണ് എന്നുള്ളതൊന്നും ഗെയിൻ അല്ല. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫെറ്റിന് എന്താണ്? ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ JFETന് മോസ്ഫെറ്റിനും ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആണ് ഉള്ളത്. മോസ്ഫെറ്റിന് JFETനേക്കാളും കൂടുതൽ ഇൻപുട്ട് ഇംപിഡൻസ് ഉണ്ട് എന്നും മനസ്സിലാക്കുക കേട്ടോ. അടുത്തത്, എ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് ഇസ് നോർമലി. ഡിപ്ലീഷൻ ടൈപ്പ് എങ്ങനെയാണെന്ന് നമ്മൾ പറയാം. ഡിപ്ലീഷൻ നോർമലി ഓൺ ആണ്. ഡോൺ എന്ന് ഓർത്ത് വയ്ക്കുക. ഡിപ്ലീഷൻ ടൈപ്പ് നോർമലി ഓൺ ആണ് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കാതെ തന്നെ അത് ഓൺ ആണ്. ഓക്കെ, VG = 0 ആകുമ്പോഴും അത് ഓൺ ആണ്. അതിന് ഓൾറെഡി ഒരു ചാനൽ ഉണ്ടെന്നാണ് നമ്മൾ പറയുക ഡിപ്ലീഷൻ ടൈപ്പിന്. എൻഹാൻസ്മെൻറ്റ് ടൈപ്പോ നോർമലി ഓഫ് ആണ് കേട്ടോ. അപ്പോൾ ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് ഇസ് നോർമലി ഓഫ് അറ്റ് 0 ഗേറ്റ് വോൾട്ടേജ് ആണോ, ഓൺ അറ്റ് 0 ഗേറ്റ് വോൾട്ടേജ് ആണോ? നമ്മൾ പറഞ്ഞു ഓൺ ആണ്. 0 ഗേറ്റ് വോൾട്ടേജ് ആണെങ്കിലും ഓൺ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഓൺ ഓൺലി വിത്ത് നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജ് ആണോ, നോൺ കണ്ടക്റ്റീവ് ഓൾവേസ് ആണോ? അങ്ങനെയൊന്നും അല്ല, ഓൺ അറ്റ് 0 ഗേറ്റ് വോൾട്ടേജ് ആണ് കേട്ടോ. ഇനി അടുത്തത്, എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് മോസ്ഫെറ്റ് റിക്വയർസ്. എൻഹാൻസ്മെൻറ്റ് ടൈപ്പിൽ എങ്ങനെയാണ്? എൻഹാൻസ്മെൻറ്റ് നോർമലി ഓഫ് ആണ് കേട്ടോ. ഇനി അതിനകത്ത് എന്ത് വേണം? അതിന് ഒരു ഗേറ്റ് വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ അത് ഓൺ ആവുകയുള്ളൂ. ഗേറ്റ് വോൾട്ടേജ് കറക്റ്റ് പൊളാരിറ്റിയിലുള്ള ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കണം ടു ഓഫ് കറക്റ്റ് പൊളാരിറ്റി ടു ടേൺ ഓൺ എന്നുള്ളതാണ് ഇവിടെ ഉത്തരം. 0 ഗേറ്റ് വോൾട്ടേജ് ടു കണ്ടക്ട് അങ്ങനെയല്ല, അത് ഡിപ്ലീഷൻ ടൈപ്പാണ്. ഗേറ്റ് വോൾട്ടേജ് ഓഫ് കറക്റ്റ് പൊളാരിറ്റി ടു ടേൺ ഓൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. A MOSFET has higher input impedance than a JFET because. അപ്പോൾ JFETന് ഹയർ ഇൻപുട്ട് ഇംപിഡൻസ് ഉണ്ട് BJTയേക്കാളും അല്ലേ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇൻപുട്ട് ഇംപിഡൻസ് ഹൈ ആണ് എന്ന് പറഞ്ഞു BJTയേക്കാളും. അതെന്തുകൊണ്ടാണ്? JFETൻ്റെ ഇൻപുട്ട് സൈഡിൽ എപ്പോഴും റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയിരിക്കും. ഇനി മോസ്ഫെറ്റിനോ? ശരിക്കും മോസ്ഫെറ്റിനാണ് JFETനേക്കാട്ടിലും ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ഉള്ളത്. JFETന് നമ്മൾ മെഗ് ഓംസ് എന്നൊക്കെയാണ് പറയാം അതിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത്. പക്ഷേ മോസ്ഫെറ്റ് ഉണ്ടല്ലോ ഓൾമോസ്റ്റ് ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്ര ഹൈ ഇംപിഡൻസ് ആണ്, ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ മോസ്ഫെറ്റിന് നല്ല ഇംപിഡൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുക? കാരണം മോസ്ഫെറ്റിൻ്റെ ഫുൾ ഫോം ഒന്ന് നമുക്ക് നോക്കാം. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫെറ്റ് ആണ് അല്ലേ. അപ്പോൾ ആ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടറിൽ ആ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ആ ഓക്സൈഡ് എന്ന് പറയുന്നത് ഗേറ്റിൻ്റെയും ചാനലിൻ്റെയും ഇടയിൽ കൊടുക്കുന്ന ഒരു ലെയറാണ് ഓക്സൈഡ് ലെയർ എന്ന് പറയുന്നത്. അത് ശരിക്കും ഉള്ളതുകൊണ്ട് തന്നെ ഗേറ്റ് കറണ്ട് ഫ്ലോ ചെയ്യാൻ സമ്മതിക്കൂല. അതുകൊണ്ട് തന്നെ എന്താ, അവിടെ ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനിലെ മാനുഫാക്ചറിങ്ങിലെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. എപ്പോഴും അങ്ങനെയാണ് പറയേണ്ടത്. ആ ഓക്സൈഡ് ലെയറിനെ കുറിച്ചാണ് പറയേണ്ടത്. മോസ്ഫെറ്റ് ഹാസ് ഹയർ ഇൻപുട്ട് ഇംപിഡൻസ് ദാൻ JFET ബിക്കോസ് ഇറ്റ്സ് ഗേറ്റ് ഇസ് ഫോർവേഡ് ബയസ്ഡ് അല്ല, ഇറ്റ്സ് ഗേറ്റ് ഇസ് ഇൻസുലേറ്റഡ് ബൈ ദി ഓക്സൈഡ്. അതാണ് ശരിയായ ഉത്തരം. ഇറ്റ് ഹാസ് എ ഷോർട്ട് ചാനൽ അല്ല, ഇറ്റ് യൂസസ് ബൈപോളർ കണ്ടക്ഷൻ അല്ലാതെ യൂണിപോളർ കണ്ടക്ഷൻ ആണ് ഉപയോഗിക്കുക. ഓക്സൈഡ് ലെയർ ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് ചാനൽ പ്രിവെൻസ് DC current flow giving MOSFET input resistance in megohms to gigaohms range. Okay, MOSFET ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് കൊടുക്കുന്നത് എന്താണ്? ഓക്സൈഡ് ലെയർ ബിറ്റ്വീൻ ദ ഗേറ്റ് ആൻഡ് ദ ചാനൽ ആണ്. അടുത്ത ചോദ്യം, MOSFETs are preferred in digital circuits because. MOSFETs എന്തുകൊണ്ടാണ് ഡിജിറ്റൽ സർക്യൂട്ട്സിൽ പ്രിഫർ ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും CMOS പഠിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്. എന്താണ്? പവർ കൺസംഷൻ, ലോ പവർ കൺസംഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും പോയിന്റും കൂടെ നമുക്കിവിടെ കിട്ടുമെന്ന്. ഇറ്റ് ഹാസ് ഹൈ സ്വിച്ചിങ് സ്പീഡ് ആൻഡ് ലോ പവർ കൺസംഷൻ. അതെ, സ്വിച്ചിങ് സ്പീഡും കൂടുതലാണ്, ലോ പവർ കൺസംഷനുമാണ്. അത് കറക്റ്റാണ് കേട്ടോ. ഇറ്റ് ക്യാൻ ഹാൻഡിൽ വെരി ഹൈ കറണ്ട് ഓൺലി, ഇറ്റ് റിക്വയർസ് കണ്ടിന്യൂസ് ഗേറ്റ് കറണ്ട്, ഹാവ് ലോ ഇൻപുട്ട് ഇംപിഡൻസ്. ഇതൊന്നുമല്ല കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇറ്റ് ഹാസ് ഹൈ സ്വിച്ചിങ് സ്പീഡ് ആൻഡ് ലോ പവർ കൺസംഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് മോസ്ഫെറ്റുകൾ. ഓക്കെ, മോസ്ഫെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻമോസും PMOസും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് CMOS ആയി. ഓക്കെ, മുകളിലൊരു NMOS നെറ്റ്വർക്കും താഴെ ഒരു CMOS നെറ്റ്വർക്കും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ NMOസും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെയാണ് ഒരു CMOS
സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ടച്ച് ഇല്ലാതെ, ഇപ്പോൾ ബിടെക്കോ എംടെക്കോ ഒക്കെ കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ, ഈ അക്കാഡമിക്കായിട്ട് ഒരു ബന്ധമില്ലാതെ കിടക്കുന്നവർ, കുറേ നാളുകളായിട്ട് ബേസിക്സ് ഒന്നും നോക്കാത്തവർ, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ നിങ്ങൾ ആ ഭാഗങ്ങൾ മാത്രമേ നോക്കുന്നുണ്ടാവുള്ളൂ, അല്ലേ? നിങ്ങൾക്ക് അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ നോക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് ബന്ധമില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ പഠിച്ചു വരുമ്പോൾ ഓരോന്ന് കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ CMOS ഡിജിറ്റൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും ലോ പവർ കൺസംഷനാണ് CMOSന്. അപ്പോൾ അത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അപ്പോൾ ഇതും വന്നു. അപ്പോൾ മോസ്ഫെറ്റ് എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്യുന്നത് ഡിജിറ്റലിൽ? അത് കാരണം ലോ പവർ കൺസംഷനാണ്. അതുപോലെ സ്വിച്ചിങ് സ്പീഡ് വളരെ കൂടുതലാണ് മോസ്ഫെറ്റിന്. ഓക്കെ, അപ്പോൾ അടുത്തത്, which type of FET has only one type of charge carrier? അപ്പോൾ നമുക്കറിയാം ട്രാൻസിസ്റ്റേഴ്സിൽ BJTക്ക് മാത്രമാണ്, BJTക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്, BJTക്കാണ് ബൈപോളാർ ആണത്, അത് യൂണിപോളാർ അല്ല. 2 ടൈപ്പ് ചാർജ് കാരിയർ ഉണ്ടാവും, മൈനോറിറ്റി കാരിയറും ഉണ്ടാവും, മെജോറിറ്റി കാരിയേഴ്സും ഉണ്ടാവും. JFET മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ അതിനാകെ യൂണിപോളാർ ആണ്, അത് ഒരൊറ്റ ചാർജ് കാരിയറേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇറ്റ് കണ്ടക്ട്സ് either യൂസിങ് ഇലക്ട്രോൺസ് ഓർ ഹോൾസ്. ഇലക്ട്രോൺ വരുന്നത് എപ്പോഴാണ്? N ടൈപ്പ് ഫെറ്റുകളാവുമ്പോൾ. ഹോൾസ് വരുന്നത് എപ്പോഴാണ്? P ടൈപ്പ് ഫെറ്റുകളാവുമ്പോൾ. ഓക്കെ, അടുത്ത ചോദ്യം, the drain current in a FET depends primarily on FETന്റെ, ഇപ്പോൾ JFETന്റെ ഡ്രെയിൻ കറണ്ടിന്റെ ഫോർമുല നമുക്കൊന്ന് എഴുതി നോക്കാം. ID is equal to IDSS into 1 minus VGS by VP square എന്നാണ് നമ്മുടെ FETന്റെ ഡ്രെയിൻ കറണ്ടിന്റെ JFETയുടെ ഐഡിയുടെ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഇത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ID എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഗേറ്റ് വോൾട്ടേജ് VGSനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് തന്നെയല്ലേ VP എന്ന് പറയുന്നത്? പിഞ്ച് ഓഫിൽ എത്തുമ്പോഴുള്ള ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് എന്നാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗേറ്റ് വോൾട്ടേജിനെയും ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിനെയുമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഗേറ്റ് കറണ്ട് അല്ല, എമിറ്റർ കറണ്ട് അല്ല, കളക്ടർ വോൾട്ടേജ് എന്നൊന്നും വരുന്നില്ല, എമിറ്റർ കളക്ടർ എന്നൊന്നും ഫെറ്റിൽ വരില്ല കേട്ടോ. അവിടെയുള്ള ആകെ 3 ടെർമിനൽസ് വരുന്നത് എന്തൊക്കെയാണ്? ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പിന്നെ സബ്സ്ട്രേറ്റ് എന്ന് പറയാറുണ്ട്, ബോഡി സബ്സ്ട്രേറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പക്ഷെ അത് ഷോർട്ടഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗേറ്റ്, ഡ്രെയിൻ, സോഴ്സ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്തത്, the input resistance of JFET is typically, അപ്പോൾ typically value of JFET input resistance എന്താണെന്ന് ചോദിച്ചാൽ ഒരു മെഗോം റേഞ്ചിലാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഏറ്റവും നല്ലൊരു ഉത്തരം 1 to 10 മെഗാ ഓം ആണ്. കാരണം JFET have high input impedance reducing loading on previous stages but less than MOSFET ആണ്. പക്ഷെ 1 to 10 മെഗാ ഓം ഒക്കെ ഉണ്ടാവും. മെഗാ ഓം റേഞ്ചിലാണ് JFETയുടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത്, the ohmic region of a MOSFET refers to, ohmic region എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ക്യാര വരയ്ക്കുമ്പോൾ നമുക്കറിയാം ohmic region എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലീനിയർ ആയിട്ടുള്ള റെസിസ്റ്ററിനെ പോലെ ആക്ട് ചെയ്യുന്ന റീജിയൻ. ഓക്കെ, അപ്പോൾ ഇവിടെ വോൾട്ടേജ് വേഴ്സസ് കറണ്ട് വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഈ റീജിയനെയാണ് ohmic region എന്ന് പറയുന്നത്. ഓക്കെ, the device is off അല്ല, device acts like a resistor. അതെ, okay, in the ohmic or linear region VDS is small and MOSFET behaves like a variable resistor controlled by VGS. okay, VGS കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററിനെ പോലെയാണ് ഇത് ആക്ട് ചെയ്യുക. ഏത്? നമ്മുടെ മോസ്ഫെറ്റ് ആക്ട് ചെയ്യുക. ഓക്കെ, അടുത്തത്, അപ്പോൾ ഇത് ഓമിക് ഓർ ലീനിയർ റീജിയനിലാണ് ഇത് വർക്ക് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. എപ്പോൾ ഓമിക് ഓർ ലീനിയർ റീജിയൻ എന്ന് പറയുന്നത് എവിടെയാണ്? റെസിസ്റ്റർ പോലെ ആക്ട് ചെയ്യുന്നതാണ്. അതായത് വോൾട്ടേജ് അനുസരിച്ചിട്ട് കറണ്ട് കൃത്യമായിട്ട് ലീനിയർ ആയിട്ട് തന്നെയാണ് മാറുക കേട്ടോ. ലീനിയർ ക്യാരിയാണ് ആ ഭാഗത്ത് കാണിക്കുക. അടുത്തത്, in an n-channel JFET current flows due to, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചാണ്, അത് ഒരു ഇതിൽ വന്നതാണത്. n-channel JFETൽ കറണ്ട് ഫ്ലോ എന്തുകൊണ്ടാണ്? ഇലക്ട്രോൺസ് കാരണമാണ് ഉണ്ടാവുക. ഹോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? p ചാനലിലാണെങ്കിൽ ഹോൾസ് കാരണമാണ് നമുക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവുമെന്ന് പറയാം. ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് എന്തായാലും വരില്ല. ഫോട്ടോൺസിൻ്റെ കാര്യമൊന്നും ഇവിടെ വരുന്നേ ഇല്ല, കാരണം ഇത് ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള എലമെൻസിനെ കുറിച്ചല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ട്രാൻസിസ്റ്റർ ഒരു JFETനെ കുറിച്ചാണ് പഠിക്കുന്നത്. അവിടെ ഇലക്ട്രോൺസും ഹോൾസുമാണ് കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ n-channel JFET conduct through electrons, the majority carriers. There are only majority carriers. There are only one type of carriers in FET. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. A p-channel MOSFET requires what gate voltage to turn on? Turn on ആവാൻ p-channel MOSFETന് എന്ത് ഗേറ്റ് വോൾട്ടേജ് ആണ് വേണ്ടത്? അപ്പോൾ p-channel ആവുമ്പോൾ എങ്ങനെയാണ് വേണ്ടത്? അതിന്
റിലേറ്റീവ്സ് ടു സോഴ്സ് VGS എന്ന് പറയുന്ന സാധനം നെഗറ്റീവ് ആയിരിക്കണം കേട്ടോ. VGS നെഗറ്റീവ് ആവുമ്പോഴാണ് പി ചാനൽ ഓൺ ആവുക, പി ചാനൽ മോസ്ഫെറ്റ് ഓൺ ആവുക. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് റിലേറ്റീവ് ടു സോഴ്സ് ആയിരിക്കണം. പോസിറ്റീവ് റിലേറ്റീവ് ടു സോഴ്സ് ആവണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ N ചാനൽ മോസ്ഫെറ്റ് ആണ് ആ സമയത്ത് ഓൺ ആവുക. ഓക്കെ, പോസിറ്റീവ് റിലേറ്റഡ് ടു സോഴ്സ് ആവുമ്പോൾ. അപ്പോൾ പി ചാനലിനകത്ത് എന്തുകൊണ്ടാണ് പി ചാനലിൽ നമുക്ക് ഹോൾസ് അല്ലേ വേണ്ടത്? അപ്പോൾ വെൻ പി ചാനൽ മോസ്ഫെറ്റ്സ് ടേൺ ഓൺ വെൻ ഗേറ്റ് ഇസ് സഫീഷ്യൻ്റ്ലി നെഗറ്റീവ് റിലേറ്റഡ് ടു സോഴ്സ് അലൗവിങ് ഹോൾസ് ടു ഫോം എ കണ്ടക്ഷൻ ചാനൽ. ഓക്കെ, ഹോൾസ് ആണ് അവിടെ കണ്ടക്ഷൻ ചാനൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ VGS നെഗറ്റീവ് ആയിരിക്കണം, അങ്ങനെ ഓർത്തു വയ്ക്കുക. അടുത്തത്, the drain source saturation current IDSS of a JFET is. അപ്പോൾ JFETയുടെ IDSS എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഫോർമുല എടുത്തു കഴിഞ്ഞാൽ ID is equal to IDSS into ID എന്ന് പറയുന്ന ഡ്രെയിൻ കറണ്ട് ഈക്വൽ ടു ഡ്രെയിൻ സോഴ്സ് സാച്ചുറേഷൻ കറണ്ട് IDSS into 1 minus VGS by VP the ഹോൾ സ്ക്വയർ ആണ്. അപ്പം ഈ സമയത്ത് VGS എന്ന് പറയുന്ന ആൾ 0 ആയി എന്ന് വിചാരിക്കുക. അപ്പം എന്ത് പറ്റും? ID ഈക്വൽ ടു IDSS വരില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ്, അതായത് മാക്സിമം കറണ്ടാണ് ഇവിടെ വന്നത്. മാക്സിമം കറണ്ട് വന്നത് എപ്പോഴാണ്? VGS 0 ആയപ്പോൾ. VGS 0 ആയപ്പോൾ മാക്സിമം കറണ്ട് വന്നു. അതാണ് A, മാക്സിമം കറണ്ട് വെൻ VGS is 0. ഓക്കെ, അപ്പോൾ VGS നല്ല ഹൈ ആയിരുന്നു എന്ന് വിചാരിക്കുക. ഹൈ ആയിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? 1 മൈനസ് അതൊന്നാണ് വരാൻ പോകുന്നത് അല്ലേ? അപ്പോൾ 1 മൈനസ് ഒരു ഫ്രാക്ഷനാണ് വരാൻ പോകുന്നത്. 1 മൈനസ് ഒരു ഫ്രാക്ഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? <<1 ആയിരിക്കും കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ IDSSൻ്റെ ഇൻറ്റു ഒരു ഫ്രാക്ഷനാണ് അവിടെ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വാല്യൂ കുറവായിരിക്കും. അപ്പോൾ മാക്സിമം വാല്യൂ വരുന്നത് എവിടെയാണ്? ID ഈക്വൽ ടു IDSS ആവുമ്പോഴാണ്. മാക്സിമം കറണ്ട് വെൻ VGS ഈക്വൽ ടു 0 ആവുമ്പോഴാണ് അത് സംഭവിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, which FET has nearly infinite input resistance? അത് നമ്മൾ പറഞ്ഞു മോസ്ഫെറ്റിനാണ് അങ്ങനെയുള്ളൊരു ഇൻഫൈനൈറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉള്ളത്. അതിന് കാരണം എന്താണ്? അതിൻ്റെ ഓക്സൈഡ് ലെയർ ആണ്. ഓക്സൈഡ് ലെയർ ഇൻ ദ മോസ്ഫെറ്റ് ഗേറ്റ് പ്രിവെൻറ്റ്സ് DC current giving input resistance in giga ohm range much higher than JFET. ഓക്കെ, അടുത്തത്, മോസ്ഫെറ്റ്സ് ആർ വൈഡ്ലി യൂസ്ഡ്. നമ്മളിപ്പോൾ പറഞ്ഞതാണ് മോസ്ഫെറ്റ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഡിജിറ്റൽ ICസിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട്? ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉള്ളതുകൊണ്ട്, ഓൾസോ ലോ പവർ കൺസംഷൻ ഉള്ളതുകൊണ്ട്, ഓൾസോ ഹൈ ഫാസ്റ്റ് സ്വിച്ചിങ് ഉള്ളതുകൊണ്ട്, സ്വിച്ചിങ് സ്പീഡ് വളരെ കൂടുതലായതുകൊണ്ടും നമ്മൾ മോസ്ഫെറ്റുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എവിടെയാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ ICസിലാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Which type of FET is normally off at 0 gate source voltage? അപ്പോൾ നോർമലി ഓൺ ഡോൺ ആണ്, ഡിപ്ലീഷൻ ആണ് നോർമലി ഓൺ ആയിട്ടുള്ളത്, എൻഹാൻസ്മെന്റ് നോർമലി ഓഫ് ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ B ആണ് ഇവിടെ ഉത്തരം കേട്ടോ. വിച്ച് ടൈപ്പ് ഇസ് നോർമലി ഓഫ് അറ്റ് 0 ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്? എൻഹാൻസ്മെന്റ് മോഡ് മോസ്ഫെറ്റ് ഇസ് ഓഫ് at 0 gate source voltage. Okay, it requires a threshold voltage to induce a conducting channel. അടുത്ത ചോദ്യം, in MOSFET symbols arrow on the gate. നമ്മൾ കണ്ടിട്ടുണ്ട് മോസ്ഫെറ്റിനകത്ത് നമ്മളൊരു ആരോ മാർക്ക് വരയ്ക്കാറുണ്ട് അല്ലേ? ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഒരു ആരോ മാർക്ക് കണ്ടിട്ടില്ലേ നമ്മുടെ സിമ്പിൾസിൽ? അപ്പം അതെന്തിനാണ് വരയ്ക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ആരോ പുറത്തേക്കാണെങ്കിൽ അതെന്താണ്? N ചാനലാണ്. ആരോ അകത്തേക്കാണെങ്കിൽ അതെന്താണ്? P ചാനലാണ്. ഓക്കെ, P ചാനൽ മോസ്ഫെറ്റ് ആണെങ്കിൽ ആരോ അകത്തേക്കായിരിക്കും, N ചാനൽ മോസ്ഫെറ്റ് ആണെങ്കിൽ ആരോ പുറത്തേക്കായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, FETs are less noisy than BJTs because FETs less noisy ആയിരിക്കും. കാരണം എന്താ? അതിൽ രണ്ട് തരം കണ്ടക്ഷൻ ഇല്ല, രണ്ട് തരം ബൈപോളർ കണ്ടക്ഷൻ ഇല്ല. ബൈപോളർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഷോർട്ട് നോയ്സ് വളരെ കുറവായിരിക്കും അല്ലേ? സിംഗിൾ ടൈപ്പ് കാരിയേഴ്സേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അത് ലെസ് നോയ്സി ആവുന്നത്. അല്ല, കറണ്ട് കൺട്രോൾഡ് ആണ് അത്രേ? അല്ല, ഫെറ്റുകൾ വോൾട്ടേജ് കൺട്രോൾഡ് ആണ്. ദേ യൂസ് യൂണിപോളാർ കണ്ടക്ഷൻ. അതാണ് ഉത്തരം കേട്ടോ. ദേ ഹാവ് ലോ ഇൻപുട്ട് ഇംപിഡൻസ് അല്ല, ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. ഓക്കെ, FETs rely on single type carriers generating less short noise than BJT which use both electrons and holes. അപ്പോൾ യൂണിപോളാർ കണ്ടക്ഷൻ ആയതുകൊണ്ടാണ് ഫെറ്റുകൾ ലെസ് നോയ്സി ആണ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Which FET is preferred in high frequency applications? High frequency applications ഏതാണ് യൂസ് ചെയ്യുക? നമ്മൾ മോസ്ഫെറ്റുകളാണ് ഉപയോഗിക്കുക കേട്ടോ. മോസ്ഫെറ്റ് ഹാവ് lower capacitance and faster response to JFETs, making them suitable for RF and microwave circuits. ഓക്കെ, അപ്പോൾ ഫെറ്റിന് മോസ്ഫെറ്റ് ആണ് ഏറ്റവും ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അടുത്ത ചോദ്യം,
വിച്ച് പാരാമീറ്റർ ഓഫ് എ മോസ്ഫെറ്റ് ഡിറ്റർമൈൻസ് സ്വിച്ചിങ് സ്പീഡ്? സ്പീഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതാണ്? സ്പീഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതായിരിക്കും? ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതിന് അനുസരിച്ചിട്ടല്ലേ സ്പീഡ്, RC ടൈം കോൺസ്റ്റന്റ് അവിടെ ഉണ്ടാവും. അതനുസരിച്ചിട്ടാണ് ഫ്രീക്വൻസി വരിക, അതനുസരിച്ചിട്ടാണ് സ്പീഡ് വരിക അല്ലേ? അപ്പോൾ ഗേറ്റ് കപ്പാസിറ്റൻസ് ആണ് ഇവിടെ ഉത്തരം. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഡ് എന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ദ ഗേറ്റ് കപ്പാസിറ്റൻസ് ലിമിറ്റ്സ് ദ സ്വിച്ചിങ് സ്പീഡ് ഓഫ് മോസ്ഫെറ്റ്സ് ഇൻ ഡിജിറ്റൽ സർക്യൂട്ട്സ്. ഓക്കെ, അപ്പോൾ ഗേറ്റ് കപ്പാസിറ്റൻസ് ആണ് സ്വിച്ചിങ് സ്പീഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, which feature make CMOS suitable for VLSI circuits? VLSI circuitsന് ഏറ്റവും നല്ലത് എന്തുകൊണ്ടാണ് CMOS ആണ് എന്ന് പറയുന്നത്? CMOS VLSI എന്ന് പറഞ്ഞ് പഠിക്കാൻ തന്നെ ഉണ്ട് അല്ലേ നമുക്ക് സബ്ജക്റ്റ് ഒക്കെ. എന്തുകൊണ്ടാണ്? ലോ പവർ കൺസംഷൻ അല്ലേ? ലോ പവർ കൺസംഷൻ എവിടെ വരുന്നു നോക്കാം. ഹൈ പവർ കൺസംഷൻ അല്ല, ലോ പാക്കിംഗ് ഡെൻസിറ്റി അല്ല, അതിനേക്കാളും കൂടുതൽ ലോ പവർ കൺസംഷൻ ആൻഡ് ഹൈ നോയ്സ് ഇമ്മ്യൂണിറ്റി എന്നാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം. ഓക്കെ, CMOS allows millions of transistors to be packed with minimal heat generation due to low static power and excellent noise margins. ഓക്കെ, ഭേദപ്പെട്ട നല്ല ഒരു നോയ്സ് മാർജിനും ഉണ്ട്, അതേപോലെ ഏറ്റവും കുറവ് പവർ കൺസംഷനും ഇവിടെയാണ് കേട്ടോ. റിക്വസ്റ്റ് ഹൈ ഗേറ്റ് കറണ്ട് അല്ല, അതൊന്നും അല്ല കേട്ടോ ഉത്തരം. C ആണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 21. In a CMOS inverter, when input is high, അപ്പോൾ CMOS ഇൻവെർട്ടറിൽ ഇൻപുട്ട് ഹൈ ആവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കാട്ടോ. അപ്പോൾ PMOS ഇവിടെ ഉണ്ട്, CMOS ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇൻപുട്ട് കൊടുക്കുക. ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഈ രണ്ടിൻ്റെ ഗേറ്റിലേക്കാണ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇൻപുട്ട് ഹൈ ആണ് അത്ര. ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഇവിടെ PMOS ഓൺ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക കേട്ടോ. അപ്പോൾ ഇവിടെ PMOS ഓൺ ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? PMOS ഓൺ ആണെങ്കിൽ ഇവിടെ PMOS VCCയിലേക്കും ഈ NMOS എന്ന് പറയുന്ന ആൾ ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് പുള്ളപ്പ് സർക്യൂട്ടാണ്, ഇത് പുൾ ഡൗൺ നെറ്റ്വർക്കാണ് NMOS എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളപ്പ് സർക്യൂട്ടിലുള്ള ഇതും VCC ആണ്, ഇവിടെയും VCC ആട്ടോ. അപ്പോൾ PMOS ഓൺ ആയാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഓൺ ആയാൽ എന്താ സംഭവിക്കുക? ഈ VCC അങ്ങനെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഹൈ തന്നെയാവും. അപ്പോൾ PMOS അപ്പോൾ എന്തായിരിക്കും? ശരിക്കും ഓഫാണ്. നമ്മൾ അല്ലെങ്കിലും പഠിച്ചു PMOSന് എന്താണ് വേണ്ടത്? ഇൻപുട്ട് എന്ന് പറയുന്നത് ഗേറ്റിൽ കൊടുക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഗേറ്റിൽ നമ്മൾ PMOSന് നെഗറ്റീവ് കൊടുക്കുമ്പോഴല്ലേ, അല്ലെങ്കിൽ 0 കൊടുക്കുമ്പോഴല്ലേ? ഹൈ കൊടുത്താൽ എന്തായാലും PMOS വർക്ക് ചെയ്യില്ല. നെഗറ്റീവ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓഫ് 0 കൊടുക്കുമ്പോഴാണ് PMOS കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ PMOSന്റെ ഗേറ്റും ഇവിടെ സോഴ്സും ആയിരിക്കും. അപ്പോൾ ഗേറ്റ് സോഴ്സ് നമ്മുടെ PMOSന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് മസ്റ്റ് ബി അറ്റ് എ ലോവർ പൊട്ടൻഷ്യൽ ദാൻ ദ സോഴ്സ്, എന്നാലേ നമ്മുടെ PMOS വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ PMOS ഇപ്പോൾ എന്താണ്? ഓഫാണ്. PMOS ഇപ്പോൾ ഓഫാണ്. അതേപോലെ തന്നെ NMOS ഓണും ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നതിനെ ഇങ്ങനെ താഴോട്ട് ഗ്രൗണ്ടിലേക്ക് കൊടുക്കും. അപ്പോൾ ഹൈ എന്ന് പറയുന്നത് ഇവിടെ ഹൈ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് എന്താണ് വരിക? ലോ ആണ് വരിക കേട്ടോ. അപ്പോൾ PMOS ഇവിടെ ഓഫും NMOS ഓണും ആണ്. അപ്പോൾ B ആണ് ഇവിടുത്തെ ഉത്തരം. NMOS ഓണും PMOS ഓഫ് എന്ന് പറയുന്നതാണ് ഉത്തരം. അപ്പോൾ ഹൈ ഇൻപുട്ട് ടേൺസ് NMOS ഓൺ കണക്ടിങ് ഔട്ട്പുട്ട് ടു ഗ്രൗണ്ട് ആൻഡ് ടേൺസ് PMOS ഓഫ് കട്ടിങ് ഓഫ് VDD. ഓക്കെ, VCC അല്ല വരിക, ഇവിടെ VDD ആണ് വരിക കേട്ടോ. ഞാൻ VCC എന്നുള്ളത് BJTയുടെ ഓർമ്മയിൽ കളക്ടർ കറണ്ടിൻ്റെ ഓർമ്മയിൽ എഴുതിയതാട്ടോ. സോറി, ഇവിടെ VDD എന്ന് പറയുന്ന സപ്ലൈ വോൾട്ടേജ് ആണ് വരിക കേട്ടോ. ഡ്രെയിൻ എന്നല്ലേ നമ്മൾ പറയാം, VDD എന്നല്ലേ പറയാം. അപ്പോൾ VDD ആണ് വരിക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് ടെർമിനൽ ഓഫ് എൻ IGBT ഈസ് വോൾട്ടേജ് കൺട്രോൾഡ്? IGBT എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ BJTയും നമ്മുടെ FETയും തമ്മിൽ രണ്ടും കൂടെ വരുന്ന ഒരു ഒരു എലമെൻ്റ് ആണ് IGBT എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ കേട്ടോ. അപ്പോൾ ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ ആണ്. ബൈപോളാറും ആണ്, എന്നാൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഗേറ്റും ഉണ്ട് അവിടെ. അപ്പോൾ ഗേറ്റും ഉണ്ടാവും. അതിന് എന്തൊക്കെയുണ്ട്? ഗേറ്റ് ഉണ്ട്, എമിറ്റർ ഉണ്ട്, കളക്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വിച്ച് ടെർമിനൽ ഈസ് വോൾട്ടേജ് കൺട്രോൾഡ് എന്ന് ചോദിച്ചാൽ അത് ഗേറ്റ് ടെർമിനലാണ് വോൾട്ടേജ് കൺട്രോൾഡ് ആയിട്ടുള്ളത്. IGBT വോൾട്ടേജ് കൺട്രോൾഡ് ആണ്, മോസ്ഫെറ്റ് പോലെ തന്നെ. റിക്വയറിങ് ഓൾമോസ്റ്റ് നോ ഗേറ്റ് കറണ്ട് ടു കൺട്രോൾ ദി കളക്ടർ എമിറ്റർ കറണ്ട്. അപ്പോൾ ഗേറ്റ് കൺട്രോൾഡ് ആണ് അത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. The main disadvantage of
IGBT കമ്പയർഡ് ടു മോസ്ഫെറ്റ് ഈസ്. IGBTയുടെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഹയർ ഗേറ്റ് കറണ്ട് ആണോ, സ്ലോവർ സ്വിച്ചിങ് സ്പീഡ് ആണോ, ലോവർ ഇൻപുട്ട് ഇംപിഡൻസ് ആണോ, കനോട്ട് ഹാൻഡിൽ ഹൈ കറണ്ട് ആണോ? ശരിക്കും പറഞ്ഞാൽ IGBT നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഹൈ കറണ്ടുകൾ ഹാൻഡിൽ ചെയ്യാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് IGBT എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളർ ട്രാൻസിസ്റ്റർ ആണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ കണ്ടക്ഷൻ ക്യാരക്ടറിസ്റ്റിക്സും സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സും ആരെ പോലെയാണ്? കണ്ടക്ഷൻ ആൻഡ് സ്വിച്ചിങ് നമ്മുടെ BJT പോലെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് പുവറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്വിച്ചിങ് ക്യാര പുവറാണ്. അപ്പോൾ സ്ലോവർ സ്വിച്ചിങ് സ്പീഡായിരിക്കും അതിനുണ്ടാവുക. ഓക്കെ, അപ്പോൾ പക്ഷേ IGBTക്ക് എന്താണ്? മറ്റേ വോൾട്ടേജ് കൺട്രോൾഡ് ആണ്. ആരെ പോലെ? മോസ്ഫെറ്റിനെ പോലെ വോൾട്ടേജ് കൺട്രോൾഡ് ഒക്കെയാണ്. പക്ഷേ സ്വിച്ചിങ് ക്യാര BJTയുടെ ആയതുകൊണ്ട് സ്ലോവർ സ്വിച്ചിങ് സ്പീഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ IGBT സ്വിച്ച് സ്ലോവർ ദാൻ മോസ്ഫെറ്റ്. അപ്പോൾ IGBT ശരിക്കും പറഞ്ഞാൽ എന്താണ്? അതൊരു മോസ്ഫെറ്റും ട്രാൻസിസ്റ്ററും കൂടെ ചേർന്നതാണ് കേട്ടോ. ഒരു മോസ്ഫെറ്റും ട്രാൻസിസ്റ്ററും കൂടെ ചേർന്നതാണ് IGBT എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് IGBT സ്വിച്ച് സ്ലോവർ ദാൻ മോസ്ഫെറ്റ്സ് ഡ്യൂ ടു മൈനോറിറ്റി കാരിയർ ഇഞ്ചക്ഷൻ മേക്കിംഗ് ദം ലെസ് സ്യൂട്ടബിൾ ഫോർ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. ഓക്കെ, മൈനോറിറ്റി കാരിയർ ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ടാവും. മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ട് ഇഞ്ചക്ഷൻ കാരണം അവിടെ ഒരു ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. സ്വിച്ചിങ് വളരെ സ്ലോ ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. Which is true for IGBT conduction loss? കണ്ടക്ഷൻ ലോസിന് ഏതാണ് ഏറ്റവും ട്രൂ എന്ന് പറയുന്നത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കണ്ടക്ഷൻ ക്യാരിയൊക്കെ നമ്മുടെ BJTയുടെ പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് വെച്ച് നോക്കാം. വെരി ഹൈ അറ്റ് ലോ വോൾട്ടേജ് ആണോ, ലോ ഡ്യൂ ടു BJT ലൈക്ക് കണ്ടക്ഷൻ, അതുകൊണ്ടാണ് കേട്ടോ. ഇൻഡിപെൻഡൻറ്റ് ഓഫ് കളക്ടർ കറണ്ട് ആണോ, ഓൺലി ഒക്കേഴ്സ് അറ്റ് സീറോ ഗേറ്റ് വോൾട്ടേജ് ആണോ? അപ്പോൾ അതല്ല. അപ്പോൾ IGBT കണ്ടക്ഷൻ ലോസ് ഇസ് ലോവർ ദാൻ മോസ്ഫെറ്റ് അറ്റ് ഹൈ വോൾട്ടേജ് ബിക്കോസ് ഇറ്റ് ബിഹേവ്സ് ലൈക്ക് BJT ഇൻ കണ്ടക്ഷൻ മോഡ്. അപ്പോൾ കണ്ടക്ഷൻ ലോസ് കുറവാണ്. എന്തുകൊണ്ടാണ്? BJTയുടെ കണ്ടക്ഷൻ ക്യാരയാണ് IGBT ഫോളോ ചെയ്യുന്നത്. അടുത്തത്, the switching speed of IGBT is generally മോസ്ഫെറ്റിനേക്കാളും സ്ലോ ആയിരിക്കും അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞു ഇറ്റ് വിൽ ബി സ്ലോവർ ദാൻ മോസ്ഫെറ്റ്. കാരണം എന്തുകൊണ്ടാണ്? മൈനോറിറ്റി ചാർജ് കാരിയർ സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് നമ്മുടെ IGBT സ്വിച്ച് സ്ലോവർ, ടിപ്പിക്കലി ടെൻസ് ഓഫ് കിലോഹെർട്സ്, വൈൽ മോസ്ഫെറ്റ്സ് ക്യാൻ റീച്ച് മെഗാഹെർട്സ്. മോസ്ഫെറ്റിൻ്റെ സ്പീഡ് സ്വിച്ചിങ് സ്പീഡ് മെഗാഹെർട്സിലേക്കൊക്കെ എത്തുമ്പോൾ അതിനാണ് ഏറ്റവും സ്പീഡ് ഉള്ളതെന്നാണ് നമ്മൾ പറഞ്ഞത്. IGBTസിന് പക്ഷേ ടെൻസ് ഓഫ് കിലോഹെർട്സ് വരെയൊക്കെ എത്തുള്ളൂ. അപ്പോൾ ഇറ്റ് സ്ലോവർ ദാൻ മോസ്ഫെറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. FETയുടെ നമ്മളൊരു MCQs ഒരു 25 ക്വസ്റ്റ്യൻസ് ഇവിടെ കണ്ടു. അപ്പോൾ അടുത്ത ഒരു PPTയുമായിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.